വേൾഡ് കപ്പിന് വമ്പൻ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ലിയണൽ സ്കലോണിയുടെ അർജന്റീന. നിലവിൽ ട്രെയിനിങ് സെക്ഷനുകളെല്ലാം നല്ല തകൃതിയായി തന്നെ നടക്കുകയാണ്. അർജന്റീന ആരാധകരെയും ടീമിനെയും ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നെത്തിയത്. അതായത് അർജന്റീനയുടെ പ്രതിരോധത്തിലെ സൂപ്പർ താരമായ ക്രിസ്റ്റ്യാനോ റൊമേറോയും മുന്നേറ്റ നിര താരമായ ഹൂലിയൻ അൽവരസും പിന്നെ മധ്യനിര യുവ സൂപ്പർ താരമായ നിക്കോ പാസും പരിക്കിൽ നിന്ന് മുക്തരായി ടീമിന് അവൈലബിൾ ആയിട്ടുണ്ടെന്ന സന്തോഷ വാർത്തയാണ് അറിഞ്ഞത്. ഇത് അർജന്റീന ആരാധകർക്കും ടീമിനും ഏറെ സന്തോഷകരമായ വാർത്തകളിൽ നിന്ന് കൂടിയായിരുന്നു. എമിലിയാനോ മാർട്ടിനസും വേൾഡ് കപ്പിൽ ആദ്യ പോരാട്ടത്തിൽ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ വരുന്ന 7-ാം തീയതിയാണ് അർജന്റീനയുടെ വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള ആദ്യ ഫ്രണ്ട്ലി മത്സരം നടക്കുന്നത്. എതിരാളികൾ ഹോണ്ടുറസ് ആണ്. ഈ ഒരു മത്സരത്തിൽ ആരെല്ലാം കളിക്കാൻ ഇറങ്ങും? റിസ്ക് എടുക്കാൻ സ്കലോണി തയ്യാറായേക്കില്ല. എന്നാൽ ഇവിടെയാണ് സ്കലോണി ഏറെ സർപ്രൈസ് ആയിക്കൊണ്ട് അർജന്റീനയുടെ സാധ്യതാ 11 പ്രഖ്യാപിച്ചത്. അതിലാകട്ടെ 26 അംഗ സ്ക്വാഡിൽ പോലും പെടാത്ത സൂപ്പർ താരം ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഏറെ സർപ്രൈസിംഗ് ആയ ന്യൂസാണ്. നിലവിൽ 26 അംഗ സ്ക്വാഡിന് പുറമെ ലിയണൽ സ്കലോണി ഒരു 6-7 താരങ്ങളെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇതിൽ 16കാരൻ വരെ ഉൾപ്പെടും. 26 അംഗ സ്ക്വാഡിൽ നിന്ന് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാത്ത താരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് പരിഗണിക്കാനും സാധ്യതയുണ്ടെന്ന് സ്കലോണി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് റൈറ്റ് ബാക്ക് പൊസിഷനിലാണ് സ്കലോണി മാറ്റം വരുത്തിയിട്ടുള്ളത്. നൗഹേൽ മൊളിനയും മോണ്ടിയലും എല്ലാം കളിക്കുന്ന പൊസിഷനിൽ നിക്കോളാസ് കബൽഡോയെയാണ് സ്കലോണി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് താരം 26 അംഗ സ്ക്വാഡിൽ പോലുമില്ല. ഇത് അതിശയകരമായ മാറ്റങ്ങളിലൊന്നാണ്. ഒരു സർപ്രൈസിംഗ് ചേഞ്ച് തന്നെ. ഹോണ്ടുറസിനെതിരെയുള്ള പോരാട്ടത്തിലേക്ക് സ്കലോണി തിരഞ്ഞെടുത്ത ആ 11 നോക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ജെർമിമോ റൂളി ആയിരിക്കും. നിലവിൽ ഫസ്റ്റ് ഗോൾ കീപ്പറായ എമി പരിക്കിന്റെ പിടിയിലാണ്. പ്രതിരോധത്തിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കബൽഡോ. ഇതാണ് നമ്മൾ പറഞ്ഞ ചേഞ്ച്. അവൈലബിൾ ആയ മോണ്ടിയലിനും മൊളീനക്കും പകരമാണ് കബൽഡോ ടീമിൽ സ്ഥാനം പിടിക്കുന്നത്. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഒട്ടാമെൻഡിയാണ്. കാരണം ക്യൂട്ടി റൊമേറോക്ക് പരിക്കാഞ്ഞാൽ തന്നെ ഒട്ടാമെൻഡിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. മറ്റൊരു സെൻറ്റർ ബാക്കായി ലിസാൻഡ്രോ മാർട്ടിനസ്. ഇനി ലെഫ്റ്റ് ബാക്കിൽ നിക്കോളാസ് ടാഗ്ലിയോഫിക്കോയുമായിരിക്കും. മധ്യനിരയിൽ എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ, റോഡ്രിഗോ ഡിപോൾ. ഈ 3 താരങ്ങളെയായിരിക്കും സ്കലോണി ഹോണ്ടുറസിനെതിരായുള്ള മത്സരത്തിൽ കളിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത. പ്രമുഖ അർജന്റീൻ മാധ്യമമായ TYC സ്പോർട്സും TNT സ്പോർട്സും മുണ്ടോ ആൽബിയസ് ലെസ്റ്റയുമെല്ലാം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി മുന്നേറ്റ നിരയുടെ വലതുപാർശ്വത്തിൽ ഗുലിയാനോ സിമിയോൺ, യുവ സൂപ്പർ താരം ഫസ്റ്റ് ലെവലിൽ ഇറങ്ങിയേക്കും. മറ്റൊരു വിങ്ങിൽ തിയാഗോ അൽമേഡ. സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ ലൗതോരോ മാർട്ടിനസ്. ഏകദേശം ഈ ഒരു 11നെയും കൊണ്ടായിരിക്കാം സ്കലോണി ഹോണ്ടുറസിനെതിരായുള്ള പോരാട്ടത്തിൽ കളിക്കാൻ ഇറങ്ങുക. ഏതായാലും ഇതിൽ ടീമിലുള്ള ഓരോ താരത്തിൻ്റെയും പ്രകടനം അത്രത്തോളം ക്രൂഷ്യലായിരിക്കും. കാരണം ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് വേൾഡ് കപ്പിനുള്ളത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.